ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റാസ് ആഡ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യാതെ പോസ്റ്റ്മാൻ മാത്രം യൂസ് ചെയ്തിട്ട് API കോൾ ടെസ്റ്റ് ചെയ്യാണ്, നമ്മുടെ പോസ്റ്റ് മെത്തേഡ് ടെസ്റ്റ് ചെയ്യാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് പുതിയതായിട്ടൊരു റൗട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ പഴയ റൗട്ടിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഈ ഡാറ്റാസിൻ്റെ മുമ്പിലായിട്ട് കോൺസ്റ്റ് എന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ റൗട്ടിനെ കോപ്പി ചെയ്ത് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ റെസ്പോൺസ് പിന്നെ ഈ ഡാറ്റ ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഗെറ്റ് മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് ആക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് കൺസോൾ ലോഗ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ പോസ്റ്റ് മെത്തേഡ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. കൺസോൾ ലോഗ് പോസ്റ്റിംഗ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ പോസ്റ്റ്മാനകത്ത് ഈ മെത്തേഡിനെ നമ്മൾ പോസ്റ്റ് മെത്തേഡാക്കി ചേഞ്ച് ആക്കിയിട്ട് സെൻഡ് ചെയ്ത് നോക്കാം. അത് സെൻഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോസ്റ്റിംഗ് എന്ന് കാണാം. പക്ഷെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇത് ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്പോൺസ് ഈ പോസ്റ്റ്മാനിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കാം, ഡൺ എന്ന് കൊടുക്കാം. ഒരു സക്സസ്ഫുൾ മെസ്സേജ്, അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രോപ്പറായിട്ടത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ലോജിക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ റിക്വസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്യാണ്, നമ്മൾ എന്തൊക്കെ റിക്വസ്റ്റാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത്. സോ കൺസോൾ ഡോട്ട് ലോഗിനെ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ റിക്വസ്റ്റിനകത്തുള്ള ബോഡി മാത്രം മതി. ബിക്കോസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും. കാണുമ്പോൾ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അത് ഞാനിവിടെ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ ഒരുപാട് ഡാറ്റാസ് റിക്വസ്റ്റിനകത്തുണ്ട്. പക്ഷെ നമുക്കിതിനകത്തുനിന്ന് അതിൻ്റെ ബോഡി മാത്രം മതി. സോ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഒന്ന് പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഡാറ്റാസ് അൺഡിഫൈൻഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾക്കിവിടെ ബോഡിനകത്ത് പോയിട്ട് ഇതിനകത്ത് റോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സെലക്റ്റിൽ JSON സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടെസ്റ്റിംഗ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഫുൾ കോളൻ ഹലോ. ഓക്കെ, നമുക്കിത് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും ബോഡി അൺഡിഫൈൻഡ് ആണ്. അതിനായിട്ട് നമുക്കൊരു ലൈനും കൂടെ മേലെ ആഡ് ചെയ്യാം. ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് JSON ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ഇനി അത് പ്രോപ്പറായിട്ട് വർക്കാവും. സെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ കൺസോളിൽ പ്രോപ്പറായിട്ടത് വർക്കാവുന്നുണ്ട്. ഓക്കെ, നമ്മൾക്കിനി ഈ കൺസോൾസ് റിമൂവ് ചെയ്തിട്ട് ശരിക്കും പ്രോപ്പറായിട്ടുള്ള ലോജിക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ഈ കൺസോൾസ് ഇവിടെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിതിനെ ഒരു ഡാറ്റയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ബോഡി. ബോഡിക്കകത്തുനിന്ന് ആ JSON ഒബ്ജക്റ്റിന് ഈ ഡാറ്റയ്ക്കകത്ത് പാസ് ചെയ്ത് കൊടുത്തോളും. ഇനി നമ്മൾക്ക് ആ ടെസ്റ്റിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് നെയിം എന്ന് കൊടുക്കാം. ബിക്കോസ് നമ്മൾ നെയിമാണ് നമ്മളവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രിങ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഹലോ ദിസ് ഈസ് എ ന്യൂ ഡാറ്റ എന്ന് കൊടുക്കാം. ദിസ് ഈസ് ന്യൂ ഡാറ്റ. ഓക്കെ, ഇനി നമുക്കൊന്ന് ഇത് വർക്ക് ചെയ്യാനുള്ള ലോജിക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഗെറ്റ് ടു ഡു പോലെ കോൺസ്റ്റ് ആഡ് ടു ഡു ഈക്വൽ ടു ഒരു ആരോ ഫംഗ്ഷൻ പാസ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ലോജിക്ക് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ആ ഗെറ്റ് ടു ഡു ഫംഗ്ഷനെ കോൾ ചെയ്യാം. എന്നിട്ടൊരു വേരിയബിളിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. സോ കോൺസ്റ്റ് ടു ഡൂസ് ഈക്വൽ ടു ഗെറ്റ് ടു ഡു എന്ന് കൊടുക്കാം. സോ ഈ ടു ഡൂവിനകത്ത് ഈ കറൻ്റ്ലി ഉള്ള എല്ലാ ഡാറ്റാസും പാസ്സായിക്കോളും. ഇനി നമുക്ക് ID പാസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കോൺസ്റ്റ് ന്യൂ ID ഈക്വൽ ടു നമ്മുടെ കറൻ്റ്ലി ഉള്ള എല്ലാ ടു ഡു ലിസ്റ്റിനെയും നമുക്ക് ലെങ്ത്ത് നോക്കാം. സോ ടു ഡു ഡോട്ട് ലെങ്ത്ത് +1. ജസ്റ്റ് ഒരു സിമ്പിൾ ലോജിക്ക് കൊടുക്കാം. ഉള്ളതിനെ വെച്ചിട്ട് ഒരു 1 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ID പാസ് ചെയ്ത് കൊടുക്കാം. ഇനി കോൺസ്റ്റ് ന്യൂ ടു ഡു ഈക്വൽ ടു ഇത് നമ്മളുടെ പോസ്റ്റ്മാനിൽ നിന്ന് വരുന്ന ഡാറ്റാസ് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ ഡാറ്റ എന്നാണ് പാരാമീറ്റർ കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി നമ്മൾ ന്യൂ ഡാറ്റയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. കേളി ബ്രേസസിനകത്തായിട്ട് ഫസ്റ്റ് ID പാസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ന്യൂ IDനെ നമുക്ക് ID ആയിട്ട് പാസ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കോമ ഇട്ടിട്ട് നമ്മൾ ഡാറ്റയും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്ന് പറഞ്ഞ ഡാറ്റ. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എല്ലാം കൂടിയായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കോൺസ്റ്റ് ടു ഡു ടു ആഡ് എന്ന് കൊടുക്കുകയാണ്. ഇതിൻ്റെ വാല്യൂ നമ്മളൊരു അറേ പാസ് ചെയ്യാണ്, അറേ ഓഫ് ഒബ്ജക്ട്സ്. അതിനകത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ടു ഡൂസും സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് അത് പാസ് ചെയ്തു. പിന്നെ ന്യൂ നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന ന്യൂ ആയിട്ടുള്ളത്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക്
fs വെച്ചിട്ട് അത് റൈറ്റ് ചെയ്യാം. fs ഡോട്ട് റൈറ്റ് ഫയൽ സിങ്ക്. എന്നിട്ട് നമ്മുടെ ഫയൽ പാത്ത് നമുക്ക് വേണ്ടേ, അതിനായിട്ട് ഗെറ്റ് ടു ഡൂവിനകത്തുനിന്ന് ആ ഫയൽ പാത്ത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഫയൽ പാത്തിനെ പാസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ഫയലാണ് റൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. എന്നിട്ട് ഏത് ഡാറ്റയാണെന്നുള്ളത്. സോ നമ്മൾ ടു ആഡ് ഇല്ലേ, നമ്മൾ ലാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഒബ്ജക്റ്റ്, ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഫംഗ്ഷൻ നമുക്ക് പോസ്റ്റ് മെത്തേഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ പോസ്റ്റ് മെത്തേഡ് വർക്ക് ആകുമ്പം ഈ ഫംഗ്ഷൻ റൺ ആയിക്കോളും. അപ്പോൾ ആഡ് ടു ഡു എന്ന് കൊടുത്തിട്ട് നമ്മളുടെ ഡാറ്റയും കൂടെ ബ്രാക്കറ്റിൽ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു എറർ കാണിക്കുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്യുന്ന JSON ഒബ്ജക്റ്റിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റണം. ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെയായിട്ട് JSON ഡോട്ട് സ്ട്രിങ്ങിഫൈ, എന്നിട്ട് നമ്മൾ ഡാറ്റനെ ബ്രാക്കറ്റിനകത്ത് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ആയിട്ടുണ്ട്. ഫോർമാറ്റ് ചെയ്ത് നോക്കിയാൽ ഓക്കെ, നമ്മളുടെ പുതിയ ഡാറ്റ ആഡ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് പോസ്റ്റ്മാനകത്ത് നിന്ന് നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കോഡിംഗ് പഠിക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.